വിശ്വാസ സത്യങ്ങൾ നമ്മളുടെ പഠന വിഷയം വിട്ടുപോകരുത്. ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റം എന്ന വലിയ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. CCC ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റം. അതിൽ നമ്മൾ അപ്പസ്തോലിക പാരമ്പര്യം, അപ്പസ്തോലിക പിന്തുടർച്ച തുടരുന്നു. പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും, അപ്പസ്തോലിക പാരമ്പര്യവും സഭാപാരമ്പര്യം, വിശ്വാസ നിക്ഷേപത്തിൻ്റെ വ്യാഖ്യാനം. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചുമ്മാ എന്തെങ്കിലും അങ്ങ് പഠിക്കുകയല്ല ഇവിടെ ചെയ്യണത്. ദൈവിക വെളിപാടിൻ്റെ കൈമാറ്റത്തെക്കുറിച്ചും വിശ്വാസ നിക്ഷേപത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ്. വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാം. അത് ഒന്നുകൂടി വായിക്കുകയാണ്. ആ 88-ാമത്തെ ഖണ്ഡിക നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചത് വായിച്ച് പഠിച്ചതാണ്. എങ്കിലും അതിൻ്റെ അവസാനത്തിൽ നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് ഒന്നുകൂടി പോകാൻ പോവുകയാണ്. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനാധികാരം. പ്രൈസ് ദ ലോർഡ്. പ്രബോധനാധികാരം, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനാധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത്. സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നു. ഓരോ വാക്കും ശ്രദ്ധിക്കുക. വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. എന്താണ് ഈ വിശ്വാസ സത്യങ്ങൾ? നമ്മൾ ജനറലായിട്ടൊക്കെ നമുക്കറിയാം വിശ്വാസ സത്യങ്ങൾ. എന്നാൽ അത് എന്തിനാണ് അത് നമ്മൾ പഠിക്കുന്നതും അത് നമ്മളിലൂടെ പ്രസരിക്കുന്നതും? അതുകൊണ്ട് എന്താ ഗുണങ്ങൾ? ഇതൊക്കെ നമ്മളൊന്നുകൂടി ചിന്തിക്കണം. അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്ന് വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ. അതാണ് നമ്മൾ ദൈവജനമാണ്. ദൈവജനം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികളുടെ സമൂഹമാണ്. ആരാണ് നമ്മൾ? വിശ്വാസികൾ. ക്രൈസ്തവ ജനത്തിൽ നിന്നും വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയുടെ അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഗണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. ക്രൈസ്തവ ജനത്തിൽ നിന്നും, ശ്രദ്ധിക്കണം, ക്രൈസ്തവ ജനം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹം. ക്രൈസ്തവ ജനത്തിൽ നിന്നും വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം. In a firm obligation, the Christian people, an irrevocable adherence of faith. അതായത് ക്രൈസ്തവ ജനത്തിൽ നിന്നും വിശ്വാസത്തോടുള്ള ഒരു നിരുപാധിക വിധേയത്വം ആവശ്യപ്പെടുന്ന വിധത്തിൽ ദൈവാവിഷ്കൃത സത്യങ്ങളെയോ അവയോട് അവശ്യബന്ധമുള്ള സത്യങ്ങളെയോ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ സഭ ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോൾ in a definitive way, അതാണ് ഖണ്ഡിതമായി. അവർ revelation or also when it proposes in a definitive way truths having a necessary connection with this. ഖണ്ഡിതമായി അവതരിപ്പിക്കുമ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച അല്ലെ ഈ അവസാനം പറഞ്ഞ വാക്ക് ഓർക്കുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ അനുസരണം. ആ വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് റോമാക്കാർക്ക് ഇത് ലേഖനത്തിലെ 2 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏതെല്ലാമാണ് ആ 2 വചനങ്ങൾ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏതെല്ലാമാണ് ആ 2 വചനങ്ങൾ? ആ 2 വചനങ്ങളെ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യവും അവസാനവും. ഹല്ലേലൂയ.
ഇത് ഇത്തിരി വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യം 1-ാം അധ്യായം 5-ാമത്തെ വചനവും 16-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളും ആണ് വിശ്വാസത്തെക്കുറിച്ചുള്ള അനുസരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലായത്. അപ്പോൾ നമ്മൾ അതിൽ ഒന്നും കൂടി അത് വായിക്കുകയാണ്. റോമർ 1:5 പറഞ്ഞത്, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാക്കേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ ആ 1-ാം അധ്യായത്തിൽ പറയാണ്, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാക്കേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവ് ഈശോ മിശിഹിയിൽ നിന്നും കൃപയും സമാധാനം. കണ്ടോ, ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവിൻ്റെയും പുത്രനിൽ നിന്നുള്ള സമാധാനം, പരിശുദ്ധാത്മാവ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്തുതി കണ്ടോ. ത്രിത്വൈക ദൈവത്തെ വിളിക്കാതെ നമ്മളൊരു ചായ പോലും കുടിക്കില്ല. നമ്മളൊരു ചായ കുടിക്കുമ്പോഴേക്കും ചുമ്മാ ഒന്ന് കൈ ഇങ്ങനെ കാണിക്കും. കാരണം നമ്മളെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു എന്നത് നമുക്ക് യാതൊരു സംശയവുമില്ല. സംശയമുണ്ടോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പറയാണ്, അതൊന്ന് തെളിയിക്കാമോ? അപ്പോൾ ഈ വിശ്വാസ രഹസ്യങ്ങളും വിശ്വാസ സത്യങ്ങളും ചർച്ച ചെയ്തും യുക്തിയിലൂടെയും തെളിയിക്കണത് കൊണ്ടല്ല അത്. ഇത് ഞാൻ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞായിരുന്നല്ലോ, തറയിൽ പിതാവ്, ചങ്ങനാശ്ശേരിയിലെ തോമസ് തറയിൽ പിതാവിൻ്റെ ഒരു പ്രഘോഷണം ഭയങ്കര വൈറലായിരിക്കുന്നതും അതിൽ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പിതാവ് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം, കാരണം ഇത് ഞങ്ങളുടെ ചുമതല ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റിയില്ല, കാരണം നീ വിശ്വാസം വിട്ട് വേറൊരാളെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഷോക്കടിക്കുകയാണ്. കാരണം സഭ, നീ 10-25 വയസ്സായ നിനക്ക് 25 വയസ്സായ നിനക്ക് വിശ്വാസം നൽകാൻ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അതിനെ പ്രതി എന്നോട് ക്ഷമിക്കണം. ഇത് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥയാണ്, നമ്മുടെ കുടുംബങ്ങളിലെ അവസ്ഥയാണ്. ഇന്നലെ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ, എൻ്റെ മകള് ഇതേമാതിരി അവസ്ഥയാണ്. അവള് നമ്മുടെ മതം വിട്ടു പോയി വേറൊരാളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവളോട് പറഞ്ഞു, നിനക്കിതെങ്ങനെ തോന്നി? ഈ വിശ്വാസം വിട്ടു പോകാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞങ്ങളുടെ ആ കൂടിയുള്ള ഒരു മകളാണ് നീ, നിനക്കിതെങ്ങനെ തോന്നി? അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ അവളെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ 2 വർഷമായിട്ടും അവൾക്ക് ഇനിയൊരു കല്യാണം ആലോചിക്കണതിലേക്ക് അവരോട് പറയുമ്പോൾ ഒന്നും അവൾ പറയണില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഈ അമ്മ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരപ്പനായതുകൊണ്ട്, ഞാനൊരപ്പനും അപ്പൂപ്പനായതുകൊണ്ട് എനിക്ക് ഈ പ്രയാസം അറിയാം, നിങ്ങൾക്കും അറിയാം, അത് കൂടിയുള്ളൊരു മകള്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു മുഖപുരയും കൂടാതെ ഞാൻ പറയാൻ പോവുകയാണ്, നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. ഇതിൽ അവളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും ആദ്യം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണം, അഥവാ നമ്മൾ തന്നെ പശ്ചാത്തപിക്കണം. എനിക്കറിയില്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും എന്താണെന്നും. നിങ്ങൾ ഇവളെ പഠിപ്പിച്ച് വലുതാക്കുന്ന കാര്യത്തിലല്ലേ മുൻതൂക്കം കൊടുത്തത്. ഇവളിൽ യേശു
രൂപവൽക്കരിക്കുന്നതിന് കുഞ്ഞുനാളിലെ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അതോ നിങ്ങൾ തന്നെ ആ യേശുവിലുള്ള ആ പൂർണ്ണ വിശ്വാസം ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്ത്, നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മൾ രാവിലെ പിള്ളേരെ കുറിച്ചൊരിക്കടാ കുറിച്ചൊരിക്കണോ, പള്ളി പോടാ പള്ളി പോണു, കുമ്പസാരിക്കടാ കുമ്പസാരിക്കണോ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ തനിമ എന്താണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിച്ചിട്ടുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ചോദിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പശ്ചാത്തപിക്കുകയും നിങ്ങൾ ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കുകയും നിങ്ങളെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വെളുപ്പിന് എഴുന്നേറ്റ് കുറേ സമയം ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇവളിൽ മാറ്റം വരാം. അപ്പോൾ അവർ സിൻസിയറായിട്ട് മറുപടി അയച്ചിരിക്കുകയാണ്, ബ്രദർ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയായിരുന്നു, ദൈവമേ ഞാൻ കൂടുതലായിട്ട് വല്ലതും പറഞ്ഞു. ബ്രദർ പറഞ്ഞത് വളരെ സത്യമാണ്, ഇതെൻ്റെ കുറ്റമാണ്. ഞാൻ ചെറുപ്പം മുതലേ ഇവർ പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം, വലിയ ആൾക്കാരാകണം എന്നുള്ള ഒരു തത്വത്തിൽ അതിൻ്റെ കാരണം ഞാനും ഒരു ടീച്ചറായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് എന്നോട് പെരുമാറിയത്, അതാകാം. കണ്ടു? അപ്പോൾ തലമുറയായിട്ടുള്ളൊരവസ്ഥയാകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തോലിക്കരുടെ വളരെ ടീച്ചർമാരെന്നൊക്കെ പറയുന്നത്. നമ്മൾ സ്കൂൾ ടീച്ചർമാരെന്ന് പറയുമ്പോൾ സഭയോട് സ്കൂളിലാകാം അല്ലെങ്കിൽ മറ്റു സ്കൂളിലാകാം. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്നും വിശ്വാസം, ഏത് തരത്തിലുള്ള ആൾക്കാരായാലും നമ്മളിൽ നിന്നും വിശ്വാസം അവരിലേക്ക് പകരും, വിശ്വാസമുണ്ടെങ്കിൽ. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഈ ഈ ഈ ഒരു വിധേയത്വം എന്ന് പറയണത് വളരെ വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മുടെ യുവതലമുറ വിശ്വാസമില്ല എന്നാൽ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 14-15 വയസ്സ് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് ഇങ്ങോട്ട് തട്ട് തോന്നിക്കുകയാണ്. പള്ളി പോയില്ലെങ്കിൽ എന്താ, ഇപ്പം ദൈവം സ്നേഹമല്ലേ, ദൈവം ഉണ്ടെന്നുള്ളതിന് എന്താ പ്രൂഫ്, ഒന്ന് തെളിയിച്ചേ. എല്ലാവരും തെളിവ് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തെളിയിച്ചത് കൊണ്ട് അവർക്ക് വിശ്വാസം കിട്ടുമെന്നാണോ വിചാരിക്കണേ? അതാണ് അതിൻ്റെ മറ്റൊരു വശം. അങ്ങനെ നമ്മൾ തെളിയിച്ചത് കൊണ്ട് വിശ്വാസമുണ്ടാവില്ല. നമ്മൾ യുക്തിമൂലം അവരെ തെളിയിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് അതേമാതിരിയുള്ള സന്ദേശങ്ങളൊക്കെ അയക്കുന്നവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അതിനൊന്നും ഉത്തരം തരില്ല. കാരണം ഇത് തെളിയിച്ചിട്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, സ്നേഹത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളോടൊരു വിരോധമില്ല. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു കാര്യമാണ്, ഈ സമൂഹത്തിൻ്റെ ഒരു വെല്ലുവിളിയാണത്. അതായത് ഇപ്പം നമ്മൾ എത്രാമത്തെ 152ാമത്തെ എപ്പിസോഡാണ് CCC. മറ്റത് ഏതാണ്ട് 178. ഇത്രയും മാസം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇതെല്ലാം പഠിക്കുകയാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഈ കഷ്ടപ്പാട് സഹിച്ച് വെളുപ്പിനെ എഴുന്നേറ്റിച്ചതിലൊക്കെ പഠിക്കാൻ ഐ റിയലി അപ്രീഷിയേറ്റ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ആദ്യം മുതൽ കൂടാത്തവർ ഇടയ്ക്ക് കയറിയിട്ടുണ്ടാകും, അവർ ആദ്യം മുതൽ കേൾക്കണം ഇത്. കാരണം നമ്മളിത് പഠിച്ചത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ശൈലിയിലൂടെയാണ് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇടയ്ക്ക് തീർച്ചയായിട്ടും ഇടയ്ക്ക് വന്ന് കൂടിയിട്ടുണ്ടാകും. ചിലപ്പോൾ 50ാമത്തെ ലക്കം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കൂടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സാവധാനം അതിൻ്റെ 1 മുതൽ കേൾക്കണം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്, അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതാണ്. അപ്പോൾ ഇവിടെയാണ്
നമുക്ക് ഇപ്പം ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയാണ്, നമ്മൾ കുറേ പേരെങ്കിലും ഈ വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. അപ്പോൾ അതിൽ നിന്നൊരു റോക്കറ്റ് പോലെ ലോഞ്ചിങ് ആവും സഭയിൽ മുഴുവനും. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വ്യാഖ്യാനിച്ച് തെളിവ് നടത്തി തന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന് ആണെങ്കിൽ അതല്ല വിശ്വാസം. വിശ്വാസത്തിന് ഒരു തെളിവും വേണ്ട. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അബ്രഹാം ആരാണത്? ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്താ തെളിവ് എന്ന് ചോദിച്ചോ അബ്രഹാം? ചോദിച്ചോ, പറയും. നിനക്കുള്ളതെല്ലാം വിട്ട് നീ നിന്റെ ദേശവും വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോവുക. എനിക്കുള്ളതെല്ലാം വിടാനോ? ഇതെല്ലാം വിട്ടു പോയാൽ എനിക്ക് അവിടെ എന്തുണ്ടാവും? ചോദിച്ചോ അബ്രഹാം. അബ്രഹാം ഇതനുസരിച്ച് പോകാൻ തയ്യാറായപ്പോൾ അബ്രഹാത്തിൻ്റെ വീട്ടുകാർ പറയുന്നത്, എന്ത് നീ പറയണത്? നിന്റെ ഈ ദേശം ഇതെല്ലാം വിട്ട് പോടുന്നു. പോകരുത് എന്തൊരു മണ്ടത്തരോ, അവിടെ എന്തിരിക്കണം അയച്ചുണ്ടാ നീ പോണത് എന്നും പറഞ്ഞ് അബ്രഹാത്തിൻ്റെ വീട്ടുകാർ സഹോദരന്മാരെല്ലാവരും പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഇല്ലില്ലേ, ഞാൻ പോകും. കാരണം ദൈവമാണ് എന്നോട്. ഏത് ദൈവം? ഇവിടെ എന്തോരം ദൈവങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, മരം കൊണ്ടുള്ള ദൈവം, കല്ലുകൊണ്ടുള്ള ദൈവം, എന്തോരം ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അബ്രഹാം, എടാ ഇതൊന്നും അല്ലടാ ദൈവം, ഇതൊക്കെ വെറും കൊത്തുരൂപങ്ങളാണ്, ഇതൊന്നും അല്ല ദൈവം. ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഭയങ്കര ഒരു വടംവലി. അവർ പിടിച്ചു നിർത്താണ്. ഇല്ല, ഞാൻ പോകും. അബ്രഹാത്തിൻ്റെ ആ സിനിമ നിങ്ങൾ കാണണം. ഈ ഷോട്ട് അങ്ങ് അവിടെ വലിയൊരു സൂര്യോദയം കാണുന്നു. അബ്രാഹം അങ്ങ് പോകുന്നു. അബ്രാഹത്തിൻ്റെ പുറകെ ഭാര്യ ഇറങ്ങുന്നു. ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ആളങ്ങ് പോവുകയാണ്. കണ്ടോ, അവിടെ വിശ്വാസത്തിൻ്റെ ദാനമാണ്. അവിടെ വിശ്വാസത്തിൻ്റെ ദാനം. നിനക്ക് ഈ വയസ്സുകാലത്തൊരു കുഞ്ഞ് ജനിക്കും. ആനന്ദം. ചോദിച്ചോ, എനിക്കോ ഈ പ്രായത്തിൽ എൻ്റെ ഭാര്യ ഗർഭധാരണ ശേഷിയില്ല. അവളുടെ ഗർഭപാത്രം വരണ്ടിരിക്കുകയാണ്. അതായത് അവൾ മെനോപ്പസിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കറിയാമല്ലോ, മെനോപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവദശ വയസ്സാവുമ്പോൾ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളാവണം എങ്ങനെയാണ്? അതുകൊണ്ടാണ് അവളുടെ ഉദരം വരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവളുടെ ഉദരം വരണ്ടിരിക്കുന്ന സമയത്ത് പറയുകയാണ്, നിനക്കൊരു കുഞ്ഞ് ലഭിക്കും. എന്താ പ്രൂഫ്? തെളിയിക്കാമോ എന്ന് അബ്രഹാം ചോദിച്ചോ? അബ്രഹാം ചോദിച്ചില്ല, മറിച്ച് അബ്രഹാം വിശ്വസിച്ചു. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. യേശയ്യാ 51. നീ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടാകാം, രക്ഷ തേടുന്നുണ്ടാകാം. നീ അവിടെ പ്രൂഫ് ചെയ്യാനൊന്നുമല്ല നടക്കേണ്ടത്. നീ അത് വിശ്വസിക്കാൻ, ആ വിശ്വാസമെന്ന ദാനം എനിക്ക് കിട്ടാൻ വേണ്ടി വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയിലേക്ക് നയിക്കും. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തിനെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അത് മുമ്പുള്ള അതിനെഴുതിയില്ലേ? കർത്താവെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അപ്പോൾ വിശ്വാസം എന്നത് അബ്രാഹത്തിന് ദൈവം കൊടുത്ത ദാനമാണ്. അബ്രാഹം ഒരു വാക്ക് ചോദിച്ചില്ല. അതാണ് അബ്രാഹത്തിൻ്റെ ആ വിശ്വാസത്തോടുള്ള വിധേയത്വം എന്ന് പറയുന്നത്. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു, നിന്റെ മകനെ ബലിയർപ്പിക്കുക. യെസ് ലോർഡ്, റെഡി. കണ്ടോ, വിശ്വാസത്തിൻ്റെ വിധേയത്വം. അപ്പോൾ ഇത് വലിയ ഒരു കാര്യമാണ്. ഇനി റോമർ 16 പോകാം. കണ്ടോ, റോമർ 1 റോമാക്കാർക്ക് എഴുതിയ ഈ വളരെ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായ
ക്രിസ്തു കേന്ദ്രീകൃതമായ, അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ. നമ്മൾ കാറ്റക്കിസത്തിൽ ആദ്യം തന്നെ പഠിച്ചത് കാറ്റക്കിസിസ് തദന്തേ. എന്താണ് കാറ്റക്കിസിസ് തദന്തേ എന്ന് പറയുന്നത്? മതബോധനം. ഇന്ന് ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് കാറ്റക്കിസം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബന്ധമാണ്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നതും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ കേരള സഭയിൽ നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ടോക്കുകൾ കേൾക്കുന്നതാണ്. നിങ്ങൾ കേൾക്കൂ, ആരുടെയും ടോക്കുകൾ കേൾക്കൂ. വിമർശിക്കാനല്ല, അതിൻ്റെ കണ്ടൻറ്റിൽ എത്ര ദൈവവചനം പറഞ്ഞു ഒന്ന് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച റെഫറൻസ്. അതിൽ എത്ര വചനം സുവിശേഷം യേശു പറഞ്ഞ വചനം എത്ര പറഞ്ഞു എന്നുള്ളത് ഒന്ന് എടുക്കണം. യേശു പറഞ്ഞ വചനം. അപ്പോൾ യേശു വന്നിട്ട് എന്താണ് നമുക്ക് നൽകിയത്? യേശു വന്നിട്ട് കണ്ടോ, യേശു ആദ്യം തന്നെ പറഞ്ഞു, ഫോളോ മീ. നിങ്ങൾ എന്നെ അനുഗമിക്കുക. നിങ്ങൾ മോശയെ അനുഗമിക്കാനല്ല, നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പിന്നെ ഈശോ പറഞ്ഞു, പശ്ചാത്തപിക്കുവിൻ, സമയം പൂർത്തീകരിച്ചിരിക്കുന്നു, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കണ്ടോ, വിശ്വസിക്കുവിൻ. എന്ത് വിശ്വസിക്കണം? സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്ത് വിശ്വസിക്കണം? ആദ്യം തന്നെ ഈശോ പറയാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്ത് വിശ്വസിക്കണം? ഉണ്ടോ, ക്ലിയർ. മർക്കോസ് 1:15. അപ്പോൾ ഈ സുവിശേഷം എന്നാൽ എന്താണ്? അതിൽ വിശ്വസിക്കുക എന്നാൽ എന്താണ്? അതാണ് റോമാക്കാർക്ക് ലേഖനം മുഴുവനും. എന്താണ് സുവിശേഷം? ഈ റോമർ ആ രീതിയിൽ നിങ്ങൾ മുഴുവനൊന്ന് വായിച്ചു നോക്കണം. റോമർ 1 അധ്യായത്തിൽ തന്നെ നമ്മൾ 1:5 കേട്ടു. 1:16 എന്താ പറയുന്നത്? 1:16 അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി. നമ്മൾ എന്തോരം പാടിയിട്ടാണ്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കണ്ടോ, പലർക്കും ലജ്ജയാണത് പറയാൻ. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ കണ്ടോ, ഇവിടം വരെ മിക്കവാറും നമ്മൾ ആയിട്ടുണ്ട്. അടുത്തെന്താ പറയുന്നത്? അതിൽ വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇനി എന്താ അടുത്തത്? നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കണ്ടോ, നീതിമാൻ എന്ത് വഴിയാണ് ജീവിക്കുന്നത്? നിയമം വഴിയാണോ വിശ്വാസം വഴിയാണോ? അപ്പോൾ അതാണ് നമ്മുടെ കാറ്റക്കിസത്തിൽ മുഴുവനും നമ്മൾ നിയമവും പാപവും പാപത്തിൻ്റെ നൂലാമാലകളെല്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ അതുപോലെ വിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നില്ല. ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മതബോധനത്തിലും സഭ മുഴുവനിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ കുട്ടികളെ പെടുത്തി അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നീ നിരത്തി പോവും. എന്നാൽ ക്രിസ്തു അവനിൽ വസിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ UK ഒരിക്കൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ മോന് എന്തോ ശരീരത്തിൽ ഒരുതരം ചൊറിച്ചിലാണ്. അമ്മ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ര ഇത് ഭയങ്കര വലിയ രോഗമാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മ അടുക്കളയിലേക്ക് പോയി. അവൻ പറയാണ്, ബ്രദറങ്ങളെ, ഞാൻ അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാന കൈക്കൊള്ളാൻ പോവുകയാണ്. ആദ്യ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോലെ. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു, എടാ മോനെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് പറയുമ്പോഴേക്കും അമ്മ ഓടി വന്നു. എൻ്റെ ബ്രദറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവന്മാർ വലിയ അതിക്രമം ചെയ്ത് കളയും, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ആദ്യ കുർബാന കൈക്കൊള്ളതിൻ്റെ ഒരുക്കം. യേശുവിനെ, കരുണാവാരിധിയായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരുക്കിയത് കണ്ടോ. ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുകയാണ് അവനെ നമ്മൾ രക്ഷിക്കുന്നു.
അവൻ തന്നെ രക്ഷിക്കുന്നു. എന്നാൽ അവൻ്റെ ജ്ഞാനസ്നാനം മുതലേ അവൻ്റെ ആത്മാവിലേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്ന് കൂടാരമടിച്ചിരിക്കുന്നത് അവനെ കാണിച്ചു കൊടുക്കണം. എടാ മോനെ, നിൻ്റെ അകത്ത് കർത്താവ് സംശയമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആകാംക്ഷയാണ് ഞാൻ എങ്ങനെ അവരെ സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എടാ മോനെ, ഈശോ നിൻ്റെ അകത്ത് ഈ കൂദാശയിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മുമ്പത്തെ പോലെ പാപം ചെയ്യാൻ പറ്റില്ല. നീ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ ബലഹീനതകളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ പല പ്രശ്നങ്ങളുള്ളതാണ്. പാപം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ചില ബലഹീനതകൾ, നീ ചിലപ്പോൾ ദേഷ്യപ്പെടും നിൻ്റെ സഹോദരിയോടോ സഹോദരനോട്, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ നീ അതോർത്ത് വിഷമിക്കാതെ നീ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണം. അതാണ്. അതുകൊണ്ട് ഒരിക്കലും നിന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഈശോ നിൻ്റെ അകത്ത് വസിക്കുന്നത്. നിന്നെ വിശുദ്ധിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈശോ നിന്നിൽ വസിക്കുന്നത്. കർത്താവാണ് എൻ്റെ ഇടയിൽ, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ റോമർ 1:16-17 കണ്ടോ, നീതിയിൽ വിശ്വാസം, ദൈവത്തിൻ്റെ നീതി. അതാണ് കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിന്റെ പിതാവായ അബ്രാഹത്തെയും നിന്നെ വഹിച്ച സാറയെയും നോക്കുവിൻ. അപ്പോൾ ഉടനെ ഇനി ഞാനൊന്ന് ഓടുകയാണ്. 16-ാം അധ്യായം. അപ്പോൾ റോമറിൻ്റെ 1 മുതൽ 16 വരെയുള്ള അധ്യായത്തിൻ്റെ സംക്ഷിപ്തം മുഴുവനും യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്. ആ രീതിയിൽ റോമർ മുഴുവൻ ഒന്ന് പഠിച്ചു നോക്കും. നമ്മൾ ഈസ്റ്റർ ടു പെന്തക്കോസ്റ്റ് എന്നുള്ള ധ്യാനത്തിൽ 1 മുതൽ 13 വരെ അധ്യായങ്ങളിൽ ഈ ദൈവനീതിയെക്കുറിച്ച് ഞാൻ വിവരിച്ച് പറഞ്ഞായിരുന്നു. ഈ രീതിയിൽ റോമർ മുഴുവനും നിങ്ങൾ ഹോംവർക്കായിട്ട് അടുത്ത ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ 16:25 മുതൽ നമുക്ക് വായിക്കാം. 16:25 മുതൽ റോമർ 16:25. എന്താണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ വിവരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഞാനല്ല പൗലോസ്ലീഹ വിവരിക്കാൻ. എൻ്റെ സുവിശേഷമനുസരിച്ചും, കണ്ടോ, എൻ്റെ, അതായത് പൗലോസാകുന്ന ആ എൻ്റെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരിലൂടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യമായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി, അടിവരയിടുവിൻ അവിടെ, വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന്, കേട്ടോ, യേശു ക്രിസ്തു മാത്രമാണ് ആ ഏക ദൈവം. അങ്ങനെയാണ് റോമർ അവസാനിക്കുന്നത്. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത് നമ്മൾ സമർത്ഥിക്കുന്നതിലൂടെ അല്ല ഇത് പ്രസരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം വീണ്ടും പറയുകയാണ്. ഞാൻ ഇത് 20 വർഷം മുമ്പ് കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലെ നാനാ ഭാഗങ്ങളിലും ഒരുപാട് വൈദികരെ ധ്യാനിപ്പിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. വൈദികർക്ക് മാത്രമുള്ള ധ്യാനം, സിസ്റ്റേഴ്സിന് മാത്രമുള്ള ധ്യാനം. ചില സ്ഥലത്ത് 2000 സിസ്റ്റേഴ്സും 300ഓളം വൈദികരും. അങ്ങനെയാണ് ആദ്യത്തെ ഡിവൈനിൽ ഉണ്ടായിരുന്നൊരു ധ്യാനം. പനക്കലച്ചരാണ് പറഞ്ഞ് അങ്ങനെ ഒരു ധ്യാനം നമുക്ക് നടത്തണം, തോമസ് പോളി. ഞാൻ ബോംബെയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. 2000. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത്. പക്ഷെ ശരിക്കും 2000 സിസ്റ്റേഴ്സും 300 ചില്ലാനം അച്ഛന്മാരും. അതിൽ അന്ന് CMCക്കാർക്ക് അറിയാം, അവരുടെ ഒരു സുപ്പീരിയറായിരുന്ന സ്വർഗത്തിലേക്ക് പോയി സിസ്റ്റർ ക്ലിയോപാട്ര ഒക്കെ അതിലുണ്ടായിരുന്നു. ക്ലിയോപാട്ര സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് പറയാം, തോമസ് പോളി എത്ര ലളിതമായിട്ട് യേശു ഏക രക്ഷകരെന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു.
ഇത് എന്തോരം വലിയ രഹസ്യമാണ്. ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ ഞങ്ങളെ മനസ്സിലാക്കി തന്നു? ഇവിടെ ആൾക്കാർ ഭയങ്കര ബഹളമാണ്. യേശു ഏകരക്ഷകൻ മാത്രമാണോ ലോകത്തിൽ? ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റും അവരൊക്കെ രക്ഷിക്കപ്പെടുന്നത് യേശുവിലാണ് ആണ് എന്ന് ഞാൻ എളുപ്പം മനസ്സിലാക്കി കൊടുത്തു. എന്തുകൊണ്ടാ ഞാൻ ആദ്യം അത് വിശ്വസിക്കണം. ഇത് പ്രഘോഷിക്കുന്ന ഞാൻ അത് വിശ്വസിച്ച് പ്രഘോഷിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ നിന്നും ആ ഏക ദൈവത്തിലുള്ള വിശ്വാസം മറ്റുള്ളവരിലേക്ക് ചാടും. അതാണ് വിശ്വാസത്തിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പനും അമ്മയും വിശ്വസിക്കാത്തത് മക്കളെങ്ങനെ വിശ്വസിക്കും പറയും. അതുകൊണ്ട് മക്കളെക്കുറിച്ച് വിഷമിക്കുന്നവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം ശക്തമാണോ, കരുത്താണോ, കൃത്യമാണോ എന്ന് പരിശോധിക്കുവിൻ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിന്റെ പിതാവായ അബ്രാഹത്തിലേക്കും നിന്നെ വഹിച്ച സാറയെയും നോക്കുവിൻ. അതാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്നത് അബ്രാഹത്തിൽ ആരംഭിച്ചു. ഇതാണ് ആദത്തിന് സംഭവിക്കാതിരുന്നത്. ആദത്തിന് ആ വിധേയത്വം ഉണ്ടായില്ല. ദൈവം പറഞ്ഞ വാക്കിനെ വിധേയത്തോടെ സ്വീകരിക്കാൻ പറ്റിയില്ല. എന്നാൽ അബ്രാഹം സ്വീകരിച്ചു. എവിടം വരെ സ്വീകരിച്ചു? സ്വന്തം മകനെ അറുത്ത് ബലിയർപ്പിക്കാൻ കർത്താവ് പറഞ്ഞ ആ വാക്ക് അബ്രാഹം വിധേയത്വത്തോടെ സ്വീകരിച്ചു. ആ വിശ്വാസമാണ് ക്രിസ്ത്യാനികളായ നമ്മിലേക്ക് വന്നിരിക്കുന്നത്. താങ്ക് യു.